കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന 2 പൗരോഹിത്യ സ്വീകരണങ്ങൾ ലോകശ്രദ്ധ നേടിയിരുന്നു. ഒരു കുടുംബത്തിൽ നിന്നുള്ള സഹോദരന്മാർ വ്യത്യസ്ത രൂപതകളിൽ ഒരാഴ്ച വ്യത്യാസത്തിലാണ് വൈദികരായി അഭിഷിക്തരായത്. 27-കാരനായ റോബർട്ട് ബോളിഞ്ചർ മെയ് 17-ന് ഫിലാഡൽഫിയയിൽ വെച്ച് ആർച്ച് ബിഷപ്പ് നെൽസൺ ജെ പെരേസിൻ്റെ കാർമ്മികത്വത്തിൽ പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് മെയ് 24-ന് ന്യൂജേഴ്സിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ വെച്ചായിരുന്നു 25 വയസ്സുള്ള മൈക്കിൾ ബോളിഞ്ചർ വൈദികനായി അഭിഷിക്തനായത്. സഹോദരന്മാർ വൈദികരാകുന്ന വാർത്തകൾ മുൻപ് ഒരുപാട് നാം കേട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ദൈവവിളി ലഭിച്ചത് മുതൽ ഇവരുടെ തിരുപ്പട്ടത്തിന് വരെ വലിയ ട്വിസ്റ്റുകളുണ്ട്. ഇളയവനായ റോബർട്ട് കോളേജ് കാലഘട്ടത്തിൽ തന്നെ യേശുവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുകയും അതുവഴി പൗരോഹിത്യ ജീവിതത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു. റോബർട്ട് ഇക്കാര്യം തൻ്റെ മാതാവിനോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെയായിരുന്നു ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. മൂത്ത സഹോദരനായ മിഖായേലും പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്ന് മാതാപിതാക്കളോട് പറഞ്ഞത് അവരെ ഒന്നടങ്കം ഞെട്ടിച്ചു. കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു മിഖായേലിൻ്റെ ആ തീരുമാനം. നിയോ കാറ്റാക്യുമെനൽ എന്ന കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസ പ്രോഗ്രാമിലൂടെയായിരുന്നു ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മിഖായേൽ യേശുവിനെ കണ്ടെത്തിയത്. ഒടുവിൽ അത് പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുക്കുന്നതിലേക്കും നയിച്ചു. 2 സഹോദരങ്ങൾ വൈദികരായി അഭിഷിക്തരായപ്പോഴും അതൊരു കൗതുകമായി അടയാളപ്പെട്ടു. ഒരാഴ്ചയുടെ വ്യത്യാസത്തിലായിരുന്നു 2 പേരുടെയും തിരുപ്പട്ട ശുശ്രൂഷകൾ നടന്നത്.